Hello friends, welcome to another video. So ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് കാൻഡിൽസ്റ്റിക് പാറ്റേൺസിനെ കുറിച്ചാണ്. ഓൾറെഡി ഞാൻ കാൻഡിൽസ്റ്റിക്കിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇന്ന് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഞാൻ മൊത്തം 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് പറയുന്നുണ്ട്. സോ ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാവുകയുള്ളൂ. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്ന ഒന്നാമത്തെ പാറ്റേൺ ആണ് പിൻബാർ പാറ്റേൺ. ഓക്കെ, പിൻബാർ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ്. ഇതിൽ 2 പിൻബാർ പാറ്റേൺസ് ഉണ്ട്. ഒന്ന് ബുള്ളിഷ് പിൻബാർ ആൻഡ് ബിയറിഷ് പിൻബാർ. ബുള്ളിഷ് പിൻബാർ എന്ന് പറയുന്നത് സ്മോൾ ബോഡി ആയിരിക്കും, പക്ഷെ അതിന് ലോങ് ആയിട്ടുള്ള ഒരു ലോവർ വിക്ക് ഉണ്ടാവും. ദ സെയിം ടൈം ബിയറിഷ് പിൻബാർ എന്ന് പറയുന്നത് സ്മോൾ ബോഡി ആയിരിക്കും, പക്ഷെ അതിന് ലോങ് ആയിട്ടുള്ളൊരു ഹയർ വിക്ക് ഉണ്ടാവും. ഓക്കെ, ആ 2 പിൻബാറും ഞാനിവിടെ സൺഫാമ എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോക്കിൽ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പിൻബാർ ക്രിയേറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെ ഒരു പിൻബാർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പിൻബാർ ക്രിയേറ്റ് ആയതിനു ശേഷം ഇത് റിവേഴ്സൽ ആയിട്ടുണ്ട്. ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് സൺഫാമ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇങ്ങനെ ഡ്രോപ്പ് ആയി താഴോട്ട് ഇങ്ങനെ വന്നു. പിന്നെ ഇവിടെ ഒരു പിൻബാർ ക്രിയേറ്റ് ആയി. ആക്ച്വലി ഇതൊരു റെഡ് കളർ ആണ് ഈ ഒരു ക്യാൻഡിൽ, പക്ഷെ ഇത് ആക്ച്വലി ഒരു ബുള്ളിഷ് പിൻബാർ ആണ്. ബുള്ളിഷ് പിൻബാർ എന്ന് പറയുന്നത് ഒന്നുമില്ല. ബുള്ളിഷ് പിൻബാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിജക്ഷൻ ഓഫ് ലോവർ പ്രൈസസ് ആണ് ബുള്ളിഷ് പിൻബാർ. ഇവിടെ ഇതിനൊരു ലോങ് ആയിട്ടുള്ള ഒരു ലോവർ വീക്ക് ഉണ്ട്. ഈ ഒരു ലോങ് ആയിട്ടുള്ള ലോവർ വീക്ക് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റിജക്ഷൻ ഓഫ് ലോവർ പ്രൈസസ് ആണ്. സോ റിജക്ഷൻ ഓഫ് ലോവർ പ്രൈസ് വന്നതും കൊണ്ട് ഇത് റിവേഴ്സലായി മേലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, പിൻബാർ എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു പിൻബാറും കൊണ്ട് മാത്രം നമ്മൾ എൻ്റർ ചെയ്യാൻ പാടില്ല. പിൻബാർ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോണിലാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കണ്ണുകൂടി എൻ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കാന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ ഒരു പിൻബാർ ക്രിയേറ്റ് ആയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് സോൺ ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഡേയ്സിലൊക്കെ ഈ ഒരു സോണ് നല്ല രീതിക്ക് ഇത് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു പിൻബാർ ക്രിയേറ്റ് ആയി. സോ അതിന്റെ മീനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഡ്രോപ്പ് ആയി വന്ന ഒരു പ്രൈസ് മേലോട്ട് റിവേഴ്സിലാകാൻ പോവുകയാണ് എന്നുള്ളതാണ് എന്റെ മീനിങ്. ഓക്കെ, ഈ ഒരു പിൻബാർ ഞാൻ ആക്സിസ് ബാങ്ക് എന്ന് പറഞ്ഞ സ്റ്റോക്കിലും കൂടെ കാണിച്ചു തരാം. ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഇങ്ങനെ ഡ്രോപ്പ് ആയി ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു പിൻബാർ ക്രിയേറ്റ് ആയതുകൊണ്ട് അത് റിവേഴ്സിലായി മേലോട്ട് പോയി. ഓക്കെ, ഇത് റെഡ് കാൻഡിൽ ആണെങ്കിലും നേരത്തെ പറഞ്ഞാൽ തന്നെ ഇതിൽ ഈ റിജക്ഷൻ കൊടുത്തിട്ടുള്ളത് ലോവർ പ്രൈസസിനെയാണ്. സോ ലോവർ പ്രൈസിന് റിജക്ഷൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് പിൻബാർ ആണ്. സോ ഇതൊരു ബുള്ളിഷ് പിൻബാർ ആണ്. സോ ഇവിടെ ഇങ്ങനെ ഡ്രോപ്പായി വന്ന പ്രൈസ് ഇങ്ങനെ ഡ്രോപ്പായി വന്നു, റിജക്ഷൻ കിട്ടി, റിവേഴ്സിലായി മേലോട്ട് പോയി. ഓക്കെ, അപ്പോൾ എപ്പോഴും നേരത്തെ പറഞ്ഞാൽ തന്നെ പിൻബാർ എവിടെയാണ് ഉള്ളതെന്ന് നിങ്ങൾ നോക്കണം. പിൻബാർ സപ്പോർട്ടിലാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ബൈ ചെയ്യുക. പിൻബാർ റെസ്റ്റിലാണ് ഉള്ളതെങ്കിൽ അവിടെ നിങ്ങൾ ഷോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദി വിക്ക് ആണ്. ഓക്കെ, ലെങ്ത് ഓഫ് ദി വിക്ക് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, പക്ഷെ എല്ലാ ആൾക്കാരും റിജക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് അത്രയും പവർഫുൾ ആണെന്നുള്ളത് ആർക്കും അധികം അറിയൂല. ഇവിടെ നിങ്ങൾ നോക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽസിന്റെ ഒക്കെ വിക്ക് നോക്കാന്നുണ്ടെങ്കിൽ വലിയ വിക്കാണ്, ലാർജർ വിക്സ് ആണ്. ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ ഒരു ക്യാൻഡിൽ എടുക്കാന്നുണ്ടെങ്കിൽ ഇതിന്റെ വിക്ക് നോക്കാന്നുണ്ടെങ്കിൽ ലാർജർ ആയിട്ടുള്ള വിക്കാണ്. ഇവിടെയും ലാർജ് ആയിട്ടുള്ള വിക്കാണ്. ഇവിടെയും അതേപോലെ തന്നെ എല്ലാത്തിന്റെയും വിക്ക് നോക്കാനെങ്കിൽ ഭയങ്കര ലാർജറാണ്. സോ ഇതെന്താ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ഇൻഡിഷൻ ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു വിക്കാണ് നിങ്ങൾ അധികം കാണുന്നതെന്നുണ്ടെങ്കിൽ, വിക്കാണ് അധികം കാണുന്നത്, അതായത് ലാർജർ ആയിട്ടുള്ള വിക്കാണ് നിങ്ങൾ അധികം കാണുന്ന ഒരു സ്റ്റോക്കിൽ എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ നിങ്ങൾക്ക് അധികം പോസിബിലിറ്റി എന്താ നടക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിക്കുള്ള ഒരു പ്രൈസ് മൂവ്മെന്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് മോസ്റ്റ്ലി ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്തുള്ള ഒരു മേ ബി സ്റ്റോപ്പ് ലോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹിറ്റ് ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഈ ഒരു ആക്സിസ് ബാങ്കിന്റെ സ്റ്റോക്കിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിക്ക് എന്ന് പറയുന്നത് തന്നെ ചെറിയ കുറച്ച് 1-2 സ്ഥലത്ത് കാണുള്ളൂ. ഇവിടെ ഒക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ സ്മോളർ വിക്കാണ്. പക്ഷെ ഇവിടെ നോക്കുന്ന വിക്കാണ്, ഇവിടെ നോക്കുമ്പോൾ ഒരു ലാർജർ ആയിട്ടുള്ള വിക്കാണ്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ഇവിടെ വിക്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ട്രെൻഡ് മാർക്കറ്റ് എന്നാണ് അതിന്റെ മീനിങ്. ഒരുപാട് കുറെ വിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഷോപ്പിംഗ് മാർക്കറ്റ് എന്നാണ്. വിക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അതൊരു എന്ത് ട്രെൻഡാണ്, ഇതൊരു ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ്ലി ആ ഒരു ഡൗണിലേക്ക് തന്നെ പോകാനുള്ള ചാൻസസ് ആണ്. ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ മോസ്റ്റ്ലി അത് അപ്പിലേക്കായിരിക്കും പോവുക. വിക്ക് കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഷോപ്പിംഗ് മാർക്കറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആണ് അതിന്റെ മീനിങ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന മൂന്നാമത്തെ പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് ഓഫ് ദി ക്യാൻഡിൽ. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അറിയാം, പക്ഷെ എല്ലാവരും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ ഇതൊരു ഡൗൺ ട്രെൻഡ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല രീതിക്കുള്ളൊരു വലിയ ക്യാൻഡിൽസ് വന്നു. ഇവിടെയും ഒരു നല്ല ക്യാൻഡിൽ വന്നിട്ടുണ്ട്, ഇവിടെ നല്ല ക്യാൻഡിൽ വന്നിട്ടുണ്ട്. സോ ഒരു ഡൗൺ ട്രെൻഡ് ഇങ്ങനെ കണ്ടിന്യൂ വന്നിട്ടുണ്ട്.
ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും നല്ല രീതിക്കുള്ള ക്യാൻഡിൽസ് വന്നിട്ടുണ്ട്, ഇവിടെ നല്ല രീതിക്കുള്ള ക്യാൻഡിൽസ് വന്നിട്ടുണ്ട്. സോ ഇതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഇതൊരു പ്യൂർ ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ് ആണ്. നിങ്ങൾക്ക് ഒരു ഡൗൺ ട്രെൻഡ് അപ്പ് ട്രെൻഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അത് വിക്ക് ഇല്ലാത്ത ട്രെൻഡ് ആയിരിക്കണം, വിക്ക് കുറവായിരിക്കണം ആ ഒരു ട്രെൻഡിൽ. അതായത് വിക്ക് ഉണ്ടായാലും കുഴപ്പമില്ല, പക്ഷെ അത് ലാർജർ വിക്ക് ആയിരിക്കരുത്, ഒന്നാമത്തത്. രണ്ടാമതെന്ന് പറയുന്നത് ഇപ്പൊ പറയുന്ന സൈസ് ഓഫ് ദ ക്യാൻഡിൽ. ആ ഒരു ക്യാൻഡിലിന്റെ വലുപ്പം നല്ല രീതിക്ക് നല്ല വലിയ വലിയ ക്യാൻഡിൽസ് ആണ് ക്രിയേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ അതിന് നല്ല രീതിക്കുള്ള ബിയറിഷ് മൊമെന്റം ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ഒരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് നല്ല രീതിക്കുള്ള ഒരു ബുള്ളിഷ് മൊമെന്റം ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. നാലാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് റൈസിംഗ് 3 മെത്തേഡ്സ് ആൻഡ് ഫാളിംഗ് 3 മെത്തേഡ്സ് ആണ്. ഓക്കെ, ഇതാണ് ഒരു റൈസിംഗ് 3 മെത്തേഡ്സ്. അതായത് ഒരു അപ് ട്രെൻഡ് ആയിരിക്കും, ഇങ്ങനെ ഒരു അപ് ട്രെൻഡ് ഇങ്ങനെ വന്നുകൊണ്ട് വെക്കും. ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആയിരിക്കും. ഓക്കെ, ഇതിങ്ങനെ അപ് ട്രെൻഡ് വന്ന ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചെറിയ രീതിക്ക് ഉള്ളൊരു ഇതെന്ന് പറയണത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞ ശേഷം അത് തിരിച്ച് ആ ട്രെൻഡിലേക്ക് തന്നെ പോകും. അതാണ് റൈസിംഗ് 3 മെത്തേഡ് എന്ന് പറയുന്നത്. ഫാളിംഗ് 3 മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും. ഇങ്ങനെ ഡൗൺ ട്രെൻഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഡൗൺ ട്രെൻഡ് ഷോർട്ട് ചെയ്തവരൊക്കെ മേ ബി പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു 3 ക്യാൻഡിൽ. അത് കഴിഞ്ഞിട്ട് ആ ഒരു ട്രെൻഡിലേക്ക് തന്നെ പോകും. അതാണ് ഫാളിംഗ് 3 മെത്തേഡ്. ഈ 2 മെത്തേഡ് നിങ്ങൾക്ക് ഞാനിനി ഇതിലേക്ക് കാണിച്ചു തരാം, ചാർട്ടിൽ കാണിച്ചു തരാം. ഇതൊരു ചോള ഫിനാൻസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കിന്റെ ചാർട്ടാണ്. സോ ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ ഒരു അപ് ട്രെൻഡ് ആണ്, നോക്കുന്നുണ്ടെങ്കിൽ നല്ല പ്യൂർ ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് ആണ്. സോ ഇവിടെ ഞാനിപ്പോൾ നിങ്ങൾക്ക് റൈസിംഗ് 3 മെത്തേഡാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ 9:15 ഈ ഒരു സ്റ്റോക്ക് ഇവിടെ ഒരു നല്ല രീതിക്കുള്ള ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. അത് കഴിഞ്ഞ് നല്ല രീതിക്ക് ഒന്ന് മേലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് ഈ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റൈസിംഗ് 3 മെത്തേഡ് ആ ഒരു പാറ്റേൺ ആണ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഫോട്ടോയിൽ കണ്ട പോലത്തെ പ്യൂർ ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ ഒന്നും അത്ര പെട്ടെന്ന് നമുക്ക് കിട്ടൂല. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതും ഒരു റൈസിംഗ് 3 മെത്തേഡ് തന്നെയാണ്. സോ ഇവിടെ ഇങ്ങനെ വന്നു, റൈസിംഗ് 3 മെത്തേഡ് വന്നു, തിരിച്ച് മേലോട്ട് തന്നെ പോയി. ഓക്കെ, ആ ഒരു ചോള ഫിനാൻസ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോക്കിൽ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റൈസിംഗ് 3 മെത്തേഡാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. റൈസിംഗ് 3 മെത്തേഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് 3 ക്യാൻഡിൽ തന്നെ ആയിരിക്കണമെന്നൊന്നുമില്ല. ചില സമയത്ത് 4 ആവാം, ചില സമയത്ത് 2 ആവാം, ചില സമയത്ത് പ്യൂർ ആയിട്ടുള്ള 3 തന്നെ ആയിരിക്കും കിട്ടുക. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു അപ് ട്രെൻഡ് ആണ്, ഒരു അപ് ട്രെൻഡ് ആണ്. സോ ഒരു അപ് ട്രെൻഡ് ഇങ്ങനെ വന്നു, ഇവിടെ റൈസിംഗ് 3 മെത്തേഡ് വന്നു, തിരിച്ചത് അപ് ട്രെൻഡിലേക്ക് തന്നെ പോയി. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെയും ക്രിയേറ്റ് ആയിട്ടുള്ളത്, റൈസിംഗ് 3 മെത്തേഡ്. സോ ഇവിടെ ആ ഒരു പാറ്റേൺ തന്നെ വന്നു, പിന്നെ ഈ ഒരു പാറ്റേൺ കഴിഞ്ഞ ശേഷം തിരിച്ചത് അപ് ട്രെൻഡിലേക്ക് തന്നെ പോയിട്ടുള്ളത്. സോ ഇതാണ് റൈസിംഗ് 3 മെത്തേഡ്. ഞാനിതൊരു ആക്സിസ് ബാങ്കിന്റെ ഒരു ഇതിലും കൂടെ കാണിച്ചു തരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഒരു അപ് ട്രെൻഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ് ട്രെൻഡിൽ ഒരു റൈസിംഗ് 3 മെത്തേഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. റൈസിംഗ് 3 മെത്തേഡ് ക്രിയേറ്റ് ആയി തിരിച്ചൊരു അപ് ട്രെൻഡിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. ഈ റൈസിംഗ് 3 മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള മാർക്കറ്റ്, അതായത് ഒരു നല്ലൊരു അപ് ട്രെൻഡ് ഉള്ള ഒരു സ്റ്റോക്കിലോ അല്ലെങ്കിൽ പിന്നെ നല്ലൊരു ഡൗൺ ട്രെൻഡ് ഉള്ള സ്റ്റോക്കിലോ നിങ്ങൾക്ക് റൈസിംഗ് 3 മെത്തേഡും ഫാളിംഗ് 3 മെത്തേഡും യൂസ് ചെയ്തിട്ട് നല്ല രീതിക്കുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് ഫാളിംഗ് 3 മെത്തേഡ് ഈ ഒരു ചാർട്ടിൽ ഞാൻ വരഞ്ഞ് കാണിച്ചു തരാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നല്ല രീതിക്കുള്ള ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ട്. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫാളിംഗ് 3 മെത്തേഡാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്, ഈ ഒരു ക്യാൻഡിൽസ്. ഓക്കെ, ഫാളിംഗ് 3 മെത്തേഡ് ഡൗൺ ട്രെൻഡ് ആയി, ഫാളിംഗ് 3 മെത്തേഡ് വന്നു, തിരിച്ചതൊന്നും കൂടെ ഡൗണിലേക്ക് പോയിട്ടുണ്ട്. ആ ഒരു സ്റ്റോക്കിൽ തന്നെ ഫാളിംഗ് 3 മെത്തേഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഒരു ഡൗൺ ട്രെൻഡ്. ഈ ഒരു ട്രെൻഡ് എങ്ങനെ കണ്ടിന്യൂ ഡൗൺ ട്രെൻഡ് ആയി, ഇവിടെ ഒരു ഫാളിംഗ് 3 മെത്തേഡ് ക്രിയേറ്റ് ആയി, തിരിച്ചത് ഡൗണിലേക്ക് തന്നെ പോയി. സോ ഇതാണ് ഫാളിംഗ് 3 മെത്തേഡ്. ഈ ഫാളിംഗ് 3 മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു ട്രെൻഡിങ് മാർക്കറ്റിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പ്യൂർ ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫാളിംഗ് 3 മെത്തേഡാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ആക്സിസ് ബാങ്ക് ഡൗൺ അങ്ങനെ പോകുന്നുണ്ട്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്യൂർ ആയിട്ടുള്ള നിങ്ങൾ ആ ഒരു പിക്ചറിൽ കണ്ട പോലത്തെ ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു പ്യൂർ ആയിട്ടുള്ള ഫാളിംഗ് 3 മെത്തേഡാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. സോ എല്ലാ കേസിലും ഇങ്ങനത്തെ കറക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഫാളിംഗ് 3 കിട്ടണമെന്നില്ല. നേരത്തെ ഞാൻ കാണിച്ച പോലത്തെ ഒന്നിൽ ചിലപ്പോൾ 2 ആയിരിക്കാം, ചിലപ്പോൾ 4 ക്യാൻഡിൽസ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളൊരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ റൈസിംഗ് 3 മെത്തേഡ് ക്രിയേറ്റ് ആണെന്ന് നോക്കുക. ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഫാളിംഗ് 3 മെത്തേഡ് ക്രിയേറ്റ് ആണെന്ന് നോക്കുക. ആക്ച്വലി ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈസി ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് കിട്ടും. സോ ഇവിടെ ഞാൻ അത്ര കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.